morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഡയാലിസിസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് എടുത്തു നിർത്തിയത്? ടൈപ്സ് ഓഫ് ഡയാലിസിസ് അല്ലേ എടുത്തുകൊണ്ടിരുന്നേ? ഇതില് ഹീമോഡയാലിസിസ് ആണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വാസ്കുലാർ അസസ് സൈറ്റുകളെ കുറിച്ച് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, എവി ഗ്രാഫ്റ്റ് അല്ലെ, എവി ഗ്രാഫ്റ്റ് വരെ എടുക്കുന്നത് അല്ലെ. ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ ആ ഭാഗം? ഓക്കെ, അപ്പൊ എന്താണ് ഒരു എവി ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ? എന്താണ് എവി ഫിസ്റ്റുല? എന്താണ് ഒരു എവി ഫിസ്റ്റുല എന്ന് പറഞ്ഞത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഇതിനെ കുറിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. എവി ഫിസ്റ്റുല എന്ന് പറഞ്ഞ എന്താണ്? ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിനെയാണ് അല്ലെ. ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഒരു സർജിക്കൽ കണക്ഷനെയാണ് നമ്മള് എവി ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി എവി ഗ്രാഫ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ എവി ഫിസ്റ്റുലയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത് മോസ്റ്റ് നാച്ചുറൽ അസസ് സൈറ്റ് ആണെന്നുള്ളത് അല്ലെ. ദ മോസ്റ്റ് നാച്ചുറൽ അസസ് സൈറ്റ് ഇറ്റ്സ് ഫോംഡ് ഫ്രം ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസസ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് വളരെ ഇൻഫെക്ഷൻ കുറയാനുള്ള ചാൻസ്, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ക്ലോട്ടിങ്ങും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ആരാണ് ഇവിടെ സിന്തറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞേ? ഏത് ഹിസ്റ്ററിയിലെ ഒരു സിന്തറ്റിക് ട്യൂബ് ഉണ്ടോ? കൃഷ്ണേന്ദു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? കൃഷ്ണേന്ദു ഏത് ഗ്രാഫ്റ്റിന്റെ കാര്യമാണോ പറഞ്ഞത്? ഓക്കെ ശരി. ശരി. അപ്പൊ എവി ഫിസ്റ്റുലയില് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം കേട്ടോ. അപ്പൊ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ ആണ് എവി ഫിസ്റ്റുല. മോസ്റ്റ് നാച്ചുറൽ അസസ് സൈറ്റ് ആണ്, ഫോംഡ് ഫ്രം ബ്ലഡ് വെസൽസ്. അതുപോലെ തന്നെ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദെൻ അടുത്തത് നമ്മൾ എവി ഗ്രാഫ്റ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. എവി ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതും നമ്മുടെ ഹീമോഡയാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അസസ് സൈറ്റ് തന്നെയാണ്. ഇനി ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? എന്തിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രാഫ്റ്റ് എന്ന പേര് വരാൻ കാരണം? ഇവിടെയും ഒരു കണക്ഷൻ ബിറ്റ്വീൻ വെയിൻ ആൻഡ് ആർട്ടറി അല്ലെ. ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തുപയോഗിച്ചാണ് നമ്മൾ കണക്ഷൻ ഉണ്ടാക്കുന്നത്? യൂസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് അല്ലെ. ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ആ ട്യൂബിന്റെ ഒരു എൻഡ് ആർട്ടറിയുമായിട്ടും മറ്റേ എൻഡ് വെയിനുമായിട്ടും നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എവി ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പേര് കൊടുക്കാനും കാരണം. അതുപോലെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താണ്? ഇത് സാധാരണയായിട്ട് എന്തിനുള്ള സൊല്യൂഷൻ ആണ്? സ്മോൾ ഓഫ് വീക്ക് വെയിൻസ് അല്ലെ. സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിൻസിനുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് എവി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരം പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ അത്തരം പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഈ ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത് കേട്ടോ. ദെൻ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ. വാസ്കുലാർ തേർഡ് വൺ ആണ് കേട്ടോ. അപ്പൊ 3 അസസ് സൈറ്റുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എവി ഫിസ്റ്റുല, എവി ഗ്രാഫ്റ്റ്, വാസ്കുലാർ അസസ് കത്തീറ്റർ. വാസ്കുലാർ അസസ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് that is placed in a large vein, usually in your neck,
only for short-term hemodialysis. ഇവിടെ ഒരു വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് നമ്മുടെ ലാർജ് വെയിൻ, അതായത് യൂഷ്വലി യുവർ നെക്ക്, നിങ്ങൾ കണ്ടിട്ടില്ലേ ഡയാലിസ് ചെയ്യുന്നവരുടെ കഴുത്തില് ഇതുപോലെയുള്ള കത്തീറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഡയാലിസ് ചെയ്തിരുന്നവിടെ അങ്ങനെ അവരുടെ ലാർജ് വെയിനിൽ, അവരുടെ യൂഷ്വലി അവരുടെ നെക്കിന്റെ ഭാഗത്തുള്ള ലാർജ് വെയിനില് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ്സ് അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഓൺലി ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്റർ ഷോർട്ട് ടേം ഹീമോഡയാലിസിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ജിജി ഷോർട്ട് ടേം ഹീമോഡയാലിസിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം എന്താ? ചെയ്ത ആൾക്കല്ലേ അറിയാം അല്ലെ? കുറച്ചൊക്കെ കാര്യങ്ങൾ ജിജിയുടെ അടുത്ത് ചോദിച്ചൊക്കെ മനസ്സിലാക്കാം അല്ലെ? ജുഗുലാർ ആണ് അവരുടെ. ഓക്കെ ഓക്കെ ഓക്കെ, അതിന്റെ പേര് അങ്ങനെയാണ് കേട്ടോ. അത് നമ്മുടെ മെഡിക്കൽ ടേമില് യൂസ് ചെയ്യുന്നതും നമ്മളിവിടെ പഠിക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ടേംസ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുക. നിങ്ങളുടെ മെഡിക്കൽ പരമായിട്ടുള്ള ഒരുപാട് ടേംസ് ചിലപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല കേട്ടോ. ഓക്കെ, എന്താണ് അത്? എന്തുകൊണ്ടാണ് അത് ഷോർട്ട് ടേം ഹീമോഡയാലിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പോയോ? എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? നമ്മൾ ഓൾറെഡി 3 പഠിച്ചു. അതെ, കുറച്ചു നാൾ യൂസ് ചെയ്താൽ മതി എന്നല്ല. ഇവിടെ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ കുറച്ചു നാളത്തേക്ക് യൂസ് ചെയ്യാൻ മതി, അങ്ങനെയല്ല. കുറച്ചു നാളത്തെ ഹീമോഡയാലിസിന് വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു അസസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിന് കുറച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മളോട് ഇതിങ്ങനെ ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിന് വേണ്ടി മാത്രം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അസസ് സൈറ്റ് ആണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇതിന് താഴെ പറയുന്നുണ്ട്. സോ അപ്പൊ ഒരു വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് നമ്മുടെ യൂഷ്വലി നമ്മുടെ നെക്കിന്റെ ഭാഗത്തുള്ള ലാർജ് വെയിനിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. That you only for short term hemodialysis. Short term ആയിട്ടുള്ള ഹീമോഡയാലിസിന് വേണ്ടി മാത്രം നമുക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. Then if kidney disease has progressed rapidly, a patient may not have time for placement of for an AV fistula or AV graft before beginning hemodialysis treatment. ഇവിടെ പെട്ടെന്ന് ഇതിപ്പോ ഒരു പേഷ്യന്റ് വന്നു. അപ്പൊ ആ പേഷ്യന്റിന് ചിലപ്പോൾ അവരുടെ കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങള് പെട്ടെന്ന് എന്താണ് പ്രോഗ്രസീവ് റാപ്പിഡ്ലി പെട്ടെന്ന് ചിലപ്പോൾ വഷളാവാൻ സാധ്യതയുണ്ട് അല്ലെ? സോ അത്തരം സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റിന് AV ഫിസ്റ്റുല ചെയ്യാൻ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്യാനും അത് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടി പാകമാകാൻ അല്ലെങ്കിൽ മെച്ചുവർ ആവാനൊക്കെയുള്ള സമയം ചിലപ്പോൾ ഉണ്ടാവില്ല. അതിന് എത്ര സമയം വേണം നമുക്ക് നമ്മൾ ഇനി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നേരം നിൽക്കുന്നതിന് മനസ്സിലാവും. ഇവിടെ എപ്പോഴും ഒരു AV ഫിസ്റ്റുല ആയിക്കോട്ടെ AV ഗ്രാഫ്റ്റ് ആയിക്കോട്ടെ അത്തരത്തിലൊരു സർജിക്കൽ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അത് ഹീലായി അത് മെച്ചുവർ ആയി ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ റെഡി ആവാനായിട്ട്. സോ അത്തരം സമയം നമുക്ക് ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഉണ്ടാവുമോ? അവർക്ക് ആ AV ഫിസ്റ്റുല ചെയ്യട്ടെ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാൻ പറ്റുമോ? അല്ല, കാരണം പേഷ്യന്റിന്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? വാസ്കുലർ അസസ് കത്തീറ്റർ ആണ് അല്ലെ? അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്റർ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് കിഡ്നി ഡിസീസ് ഹാസ് പ്രോഗ്രസ്ഡ് റാപ്പിഡ്ലി പെട്ടെന്ന് അവരുടെ അസുഖങ്ങൾ കൂടുകയാണെങ്കിൽ പേഷ്യന്റ് മേ നോട്ട് ഹാവ് ടൈം ഫോർ പ്ലേസ്മെന്റ് ഫോർ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്ലേസ്മെന്റ് ചെയ്യാനായിട്ടുള്ള സമയം പേഷ്യൻസിന് ഉണ്ടാവില്ല.
സോ ബിഫോർ ബിഗിനിങ് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ്, അപ്പോൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തൊക്കെ മെച്യൂർ ആവാനും റെഡി ആവാനുമുള്ള സമയമില്ലാത്ത കേസുകളിൽ, അത്തരത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസസ്മെന്റ് ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ് ഒരു നെഫ്രോളജിസ്റ്റ്, ആരാണ് ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, ഇത് രണ്ടും ചോദിക്കാറുണ്ട്. A nephrologist is a doctor who specializes in kidney problems. Kidney problems ൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നെഫ്രോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. A nephrologist is a doctor who specializes in kidney problems. കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. Or an interventional radiologist, a doctor who utilizes medical imaging tools to execute operations and perform the venous catheter placement procedure in a hospital or an outpatient center. അപ്പൊ ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ a doctor who utilizes medical imaging ടൂളുകൾ ഉപയോഗിച്ച്. മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് പഠിച്ചോ? മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് പഠിച്ചോ? റേഡിയോളജി എന്ന് പറയുന്നത് ഇപ്പൊ റേഡിയോളജി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കുട്ടിയിട്ടായോ? ഓക്കെ, അവിടെ പഠിച്ചില്ലേ മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ ഏതൊക്കെയാന്നൊക്കെ? പഠിച്ചോ? പഠിച്ചില്ലേ? പഠിച്ചു. എന്താണ് വേറെ ആരും ഇത് റിപ്ലൈ ചെയ്യാതെ? പഠിച്ചു അല്ലെ? ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഒരു ക്ലാസ്സിൽ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻസും അതുപോലെ തന്നെ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റുകളും ഒക്കെ പെർഫോം ചെയ്യുക. അതൊരു ഹോസ്പിറ്റലിലാവാം, ഒരു ഔട്ട് പേഷ്യന്റ് സെന്ററുകളിലോ മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് ഓപ്പറേഷൻസും മറ്റ് വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. റേഡിയോളജിസ്റ്റുകൾ തന്നെയാണ് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റേഡിയോളജിസ്റ്റുകളായിരുന്നു. അത്തരത്തില അവരാണ് കൂടുതലും ഈ മെഡിക്കൽ ഇമേജിംഗ് ടൂളുകളൊക്കെ യൂസ് ചെയ്ത് കത്തീറ്റർ പ്ലേസ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റുകൾ ചെയ്യാനും അതുപോലെ തന്നെ മറ്റു ഓപ്പറേഷൻസ് ഒക്കെ ഹോസ്പിറ്റൽ സെറ്റിംഗിലാവാം, ഔട്ട് പേഷ്യന്റ് സെന്ററുകളുമായി ബന്ധപ്പെട്ടാവാം, മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെഫ്രോളജിസ്റ്റും ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ള ഭാഗമാണ്. നെഫ്രോളജിസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ചോദിക്കാം, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അത് രണ്ടും അതുകൊണ്ടൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് എഴുതി വെച്ചേക്കണേ. Then the patient gets local anesthesia and sedation to be calm and relaxed in the course of this procedure. അപ്പോൾ നമുക്ക് ഈ ഒരു വീനസ് അസസ് കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് അനസ്തീഷ്യ, ലോക്കൽ അനസ്തീഷ്യാസ് കൊടുക്കാറുണ്ട്, സെഡേഷൻസ് കൊടുത്ത് അവരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നിർത്തിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ് സാധാരണയായിട്ട് ചെയ്യാറ്. ഇനി venous catheters are not perfect for long term use. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഷോർട്ട് ടേം യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ലോങ് ടേം യൂസിന് ഇത് പെർഫെക്റ്റ് അല്ല. എന്തുകൊണ്ടാണ് അത് പെർഫെക്റ്റ് അല്ലാത്തത്? വിത്ത് എ വീനസ് catheter, a patient may generate a blood clot, an infection or cause the vein to narrow. അപ്പൊ ഇത്തരത്തിലുള്ള വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് അതുമായി ബന്ധപ്പെട്ട ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ നമ്മൾ ആ പ്ലേസ് ചെയ്യുന്ന ലാർജ് വെയിൻ എന്തെയും അതെ ബ്ലഡ് ഫ്ലോ അതെ ശരിയാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് കോസ് ദ വെയിൻ ടു നാരോ, ആ ലാർജ് വെയിൻസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, നാരോ ആയി ചുരുങ്ങി പോവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പേഷ്യന്റിന് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഷോർട്ട് ടേം ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു എമർജൻസി സിറ്റുവേഷനോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്ക് വീനസ് കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ചെയ്യും അല്ലെ. അവർക്ക് ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഇത്തരത്തില് AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ക്രിയേറ്റ് ചെയ്യാനല്ലേ ചെയ്യാം.
അങ്ങനെയല്ലേ ചെയ്യാം? ആണോ? അതെ. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ്. Then, however, if a patient wants to start hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വരെയാണ്, ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ശരിയായ രീതി എന്ന് പറയുന്നത് ഈ വീനസ് കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ വാസ്കുലാർ അസസ് സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലെഗിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഇനി അതേ സമയം, അതായത് അവർക്ക് അവർ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ സർജൻസ് ഈ ലോങ് ടേം അസസ് സർജറീസ് ചെയ്യും. അതായത് AV ഫിസ്റ്റലയോ AV ഗ്രാഫ്റ്റോ, അതെ, 1 month ഒക്കെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ AV ഫിസ്റ്റലയോ AV ഗ്രാഫ്റ്റോ, അതായത് ഏതാണോ ആ പേഷ്യന്റിന് അനുയോജ്യമായിട്ടുള്ളത്, അത് ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. സാധാരണ പേഷ്യൻസിന് കൂടുതലും AV ഫിസ്റ്റലയാണ് ചെയ്യാറ്. അപ്പൊ AV ഫിസ്റ്റലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഏതാണോ അതുമായി ബന്ധപ്പെട്ട സർജറി ചെയ്യുകയും അതിനനുസരിച്ച് ആ AV ഫിസ്റ്റലയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് മെച്ചുവർ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ മെച്ചുവറായി കിട്ടുന്ന സമയം വരെ മാത്രമേ നമ്മൾ ഏതിന്റെ സഹായം യൂസ് ചെയ്യുന്നുള്ളൂ, ഏതിന്റെ സഹായം യൂസ് ചെയ്യുന്നുള്ളൂ, ഈ വാസ്കുലാർ അസസ് കത്തീറ്റേഴ്സിന്റെ സഹായം യൂസ് ചെയ്യുന്നുള്ളൂ. അത് മെച്ചുവറായി കഴിഞ്ഞാൽ, അത് AV ഫിസ്റ്റലയാണോ AV ഗ്രാഫ്റ്റ് ആണോ എന്താണോ ചെയ്തിരിക്കുന്നത്, അത് മെച്ചുവറായി ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ അത് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് പിന്നെ അത് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡയാലിസിസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വാസ്കുലാർ അസസ് കത്തീറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Then both the AV fistula and AV graft are outlined for long-term dialysis treatment. അപ്പൊ ഷോർട്ട് ടേം ഡയാലിസിസ് ഏതാ, അത് ചോദിക്കാറുണ്ട്. ഷോർട്ട് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാ, ഏതാണ്? ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അസസ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? വാസ്കുലാർ അസസ് കത്തീറ്റർ അല്ലെ, അതൊരിക്കലും മാറിപ്പോകരുത് കേട്ടോ. വാസ്കുലാർ അസസ് കത്തീറ്റർ ആണ്. അപ്പോ ലോങ് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അസസ് സൈറ്റ് ഏതാന്ന് ചോദിച്ചാലോ ഏതാണ്? അപ്പോ ഏതാണ് ലോങ് ടേം ആയിട്ടുള്ള ഹീമോഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന അസസ് സൈറ്റുകൾ ഏതൊക്കെയാ? AV ഫിസ്റ്റലയും AV ഗ്രാഫ്റ്റും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും ഉണ്ട്. AV ഫിസ്റ്റലയും AV ഗ്രാഫ്റ്റും രണ്ടും നമുക്ക് ലോങ് ടേം ഹീമോഡയാലിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവയാണ്. സോ അത് രണ്ടും വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് ഷോർട്ട് ടേം ഹീമോഡയാലിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. വാസ്കുലാർ അസസ് കത്തീറ്റർ ആണ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ഇടയ്ക്ക് നമുക്ക് വരാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. People who get AV fistula are healed and ready to begin hemodialysis 2 to 3 months after their surgery. അപ്പൊ ഈ AV fistula ചെയ്താലും AV ഗ്രാഫ്റ്റ് ചെയ്താലും അത് കുറച്ച് ദിവസം എടുക്കും ഹീൽ ചെയ്ത് റെഡി ആവാൻ നമ്മൾ പറഞ്ഞല്ലോ. അതിൽ സാധാരണ ആളുകൾക്ക് AV ഫിസ്റ്റുലയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ആ ഒരു സർജറി ചെയ്ത് അത് ഹീലായി ഹീമോഡയാലിസിന് റെഡി ആവാൻ വേണ്ടി 2 മുതൽ 3 മാസം വരെയൊക്കെ ഒരു സർജറിക്ക് ശേഷം ആവശ്യമായി വരാറുണ്ട്. ഇനി people who receive AV graft ആണ് അവര് എടുക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു ഗ്രാഫ്റ്റ് ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് ഹീൽ ചെയ്ത് റെഡി ആവാനായിട്ട് 2 to 3 months വരെ എടുക്കുള്ളൂ. 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ ആ ഒരു പീരീഡ്. AV ഫിസ്റ്റുലയാണെങ്കിൽ അത് ഹീൽ ചെയ്ത് ഹീമോഡയാലിസിന് റെഡിയായി ബിഗിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ചിലപ്പോ 2 മുതൽ 3 മാസം വരെയും സർജറിക്ക് ശേഷം ആവശ്യമായി വന്നേക്കാം. എന്നാൽ AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ അത് 2 മുതൽ 3 ആഴ്ചകൾ വരെ മാത്രമേ എടുക്കുകയുള്ളൂ. അതിനുള്ളിൽ തന്നെ അത് റെഡിയായി നമുക്ക് ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. Then catheters are outlined for short-term temporary use. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി വാസ്കുലാർ അസസ് catheters ഷോർട്ട് ടേം അല്ലെങ്കിൽ ടെമ്പററി യൂസിന് താൽക്കാലികമായിട്ട് ഉപയോഗത്തിന് വേണ്ടി മാത്രമേ നമുക്ക്
യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് മിസ് ഒന്ന് എന്ത് ചെയ്യാം, ഔട്ട്ലൈൻ തരാം. വാസ്കുലർ അസിസ് കത്തീറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. വാസ്കുലർ അസിസ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാർജ് വെയിൻ, നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ നെക്കിന്റെ ഭാഗത്തുള്ള ലാർജ് വെയിനില് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് വാസ്കുലർ അസിസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ആ ഒരു അസിസ് സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിന് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ട ഡിസീസ് പെട്ടെന്ന് അത് വഷളാവുകയാണെങ്കിൽ, പെട്ടെന്ന് ഒരു ഡയാലിസിസ് ആവശ്യമായി വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണ്. അത്തരത്തിലൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു സർജറി ചെയ്ത് AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം പേഷ്യന്റിന് മുൻപിലില്ല എങ്കിൽ, ഉടനെ അവർക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ആ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസസ് ആയിട്ടാണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് ആരാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞു, ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു. നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോക്ടർ ഹു സ്പെഷ്യലൈസസ് ഇൻ കിഡ്നി പ്രോബ്ലം, കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോക്ടർ who utilizes medical imaging tools to execute operations and perform the venous catheter placement procedure in a hospital or an outpatient center. ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗിലോ അല്ലെങ്കിൽ ഒരു ഔട്ട്പേഷ്യന്റ് സെന്റർ ബേസ് ചെയ്തോ മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻസ് നടത്താനും അതുപോലെ തന്നെ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസിന് ലോക്കൽ ആയിട്ടുള്ള അനസ്തീഷ്യ അല്ലെങ്കിൽ സെഡേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അവർക്ക് ഈ ഒരു സർജിക്കൽ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും. ആ ഒരു പ്രൊസീജിയേഴ്സ് അവരെ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരുത്തിയാണ് ഈ പ്രൊസീജിയർ ചെയ്യുക. അടുത്തത് വീനസ് കത്തീറ്റേഴ്സ് എന്ന് പറയുന്നത് ലോങ് ടേം യൂസിന് പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വീനസ് കത്തീറ്റർ വഴി ഒരു പേഷ്യന്റിന് ചിലപ്പോൾ അത് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്താൽ അത് ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാക്കാം, ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ വെയിൻസ് നാരോ ആയി ബ്ലഡ് കിട്ടാത്ത ഒരു അവസ്ഥയും വന്നേക്കാം. സോ ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് ലോങ് ടേം യൂസിന് പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത്. ദെൻ പേഷ്യൻസിന് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം, ഉടനെ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു വീനസ് കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ വാസ്കുലർ അസസ് സൈറ്റ് ഈ ഒരു അസസ് കത്തീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹീമോ ഡയാലിസിസ് കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ മാക്സിമം ഒരു മന്തോ കാര്യങ്ങളോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതിനുശേഷം അതോടൊപ്പം തന്നെ സർജൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് ടേം അസസ് സൈറ്റ് സർജറീസ് ചെയ്യുകയും അവരിൽ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ഒക്കെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അത് മെച്യൂർ ആവാനുള്ള സമയം എടുക്കുന്നത് വരെ മാത്രം നമ്മൾ ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്ററിന്റെ സഹായം ലഭ്യമാക്കുന്നു. ഇനി ഒരു AV ഫിസ്റ്റുല ആയിക്കോട്ടെ AV ഗ്രാഫ്റ്റ് ആയിക്കോട്ടെ രണ്ടും ലോങ് ടേം ആയിട്ടുള്ള ഹീമോ ഡയാലിസിസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന അസസ് സൈറ്റുകളാണ്. എന്നാൽ ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിന് വേണ്ടി അല്ലെങ്കിൽ ടെമ്പററി യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വാസ്കുലർ അസസ് കത്തീറ്റേഴ്സുമാണ്. ഇനി AV ഫിസ്റ്റുല ആണെങ്കിൽ അത് സർജറി ചെയ്ത് അത് ഹീൽ ചെയ്ത് ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബിഗിൻ ചെയ്യാനായിട്ട് റെഡി ആവുന്നതിന് ചിലപ്പോൾ 2 മുതൽ 3 മാസം വരെയും സർജറിക്ക് ശേഷം സമയം ആവശ്യം വന്നേക്കാം. ഇനി AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ അവിടെ എങ്ങനെയാണ്, 2 to 3 വീക്സിനുള്ളിൽ തന്നെ 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് റെഡിയായി ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങാനായിട്ടുള്ള റെഡിയായി കിട്ടുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ്.
വായിച്ചിട്ട് എഴുതുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ ഭാഗം? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തെ ടൈപ്പ് ആണ് കേട്ടോ, പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ PD. HD ആണെങ്കിൽ ഹീമോഡയാലിസിസ്, അതുപോലെ PD ആണെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിലൊക്കെ വരുന്ന എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും ഒരുമിച്ച് ഒന്ന് എഴുതി വെച്ച് പഠിക്കണേ. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് ഇതിന്റെ പ്രത്യേകത എന്താണ്? കേട്ടിട്ടുണ്ടോ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നുള്ള പേര്? അല്ലെങ്കിൽ നമുക്ക് ഹോം ഡയാലിസിസ് എന്ന് പറയാം അല്ലെ, നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ആണ്. എന്തായിരിക്കും ഇപ്പൊ അതിന്റെ പ്രത്യേകത? എന്തായിരിക്കും പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോ? എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലെ? ഒത്തിരി പേര്, കുറെ പേര് ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? അതെ, ഇപ്പൊ ഇവിടെ ഒരു പ്രത്യേകമായിട്ട് നമ്മള് പുറത്തേക്ക്, അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെയും മെഷീൻസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഹീമോ ഡയാലിസിസിൽ ഉപയോഗിക്കുന്ന പോലെയുള്ള മെഷീൻസ് അല്ല. എന്നാലും മെഷീനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും മെഷീന്റെ സഹായം ഇല്ലാതെ ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അല്ലെ ജിജി? ഒരിക്കലും മെഷീന്റെ സഹായം ഇല്ല എന്നല്ല, മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഹീമോഡയാലിസിൽ ചെയ്യുന്ന രീതിയിലുള്ള ഫിൽട്രേഷനോ അല്ലെങ്കിൽ ബ്ലഡ് വലിച്ചെടുക്കുകയോ അങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യാനുള്ള ഒരു ഡയാലിസിസുമായി ബന്ധപ്പെട്ട മെഷീനും ഫിൽറ്ററും അല്ല യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ പറയും, അയ്യോ മിസ് നമ്മൾ ആദ്യമേ മെഷീന്റെ സഹായമൊന്നും ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ചിലത് കാര്യങ്ങളിൽ മെഷീൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ വരും അല്ലെ? അപ്പൊ അവിടെ ഇപ്പോഴും ഒരു മെഷീൻ, ഡയാലിസർ എന്ന് പറയുന്ന ഒരു മെഷീൻ, അതായത് ഹീമോ ഡയാലിസിസിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഡയാലൈസർ മെഷീൻ ഉണ്ട്, അതായത് ഒരു ഡയാലിസിസ് മെഷീൻ സ്പെഷ്യൽ ഫിൽറ്റർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബ്ലഡിനെ ആ ഒരു ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാനും അത് പ്യൂരിഫൈ ചെയ്യാനും തിരികെ ബോഡിയിലേക്ക് കയറ്റാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഫിൽറ്ററും ഡയാലിസിസ് മെഷീനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, പഠിച്ചോ? അത്തരത്തിലുള്ളൊരു മെഷീൻ ഇവിടെ അതിന്റെ അങ്ങനെ ഒരു മെഷീൻ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കുറച്ച് മെഷീൻസും കാര്യങ്ങളും നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ നോക്കിയേ, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. Is the blood is purified inside your own body instead of using a dialyzer machine. ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ഹീമോ ഡയാലിസിസിൽ നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് ഫിൽട്രേഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലെ? ചെയ്യേണ്ട ആള് കിഡ്നി ആയിരുന്നു, കിഡ്നിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് അവരുടെ ബോഡിയിൽ നിന്ന് ഒരു ഡയാലിസർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡിനെ പുറത്തേക്ക് എടുത്ത് ആ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ആ മെഷീനിലൂടെ ആ ഒരു ഫിൽറ്ററിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഫിൽട്രേഷൻ നടത്തി പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് തിരികെ അവരുടെ ബോഡിയിലേക്ക് കയറ്റുകയാണ് ചെയ്യുക അല്ലെ? അങ്ങനെയല്ലേ ഹീമോ ഡയാലിസിസ് പഠിച്ചേ? ആണോ? ഇവിടെ അവരുടെ ബോഡിയുടെ ഉള്ളിൽ നിന്നും ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല. മനസ്സിലായോ? ആ ഒരു ഡയാലൈസർ മെഷീൻ പോലെയുള്ള മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാതെ ആ ഒരു പേഷ്യന്റിന്റെ സ്വന്തം ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. നമുക്ക് വീട്ടിലും ചെയ്യാം കേട്ടോ. വീട്ടിൽ ആണ് സാധാരണ നമ്മുടെ വീടുകളിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹോം ഡയാലിസിസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Then for this kind of dialysis, the lining of your abdomen or belly area, നമ്മുടെ അബ്ഡോമൻ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ലൈനിങ്ങിനെ വിളിക്കുന്ന പേരാണ് പെരിറ്റോണിയം. കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പെരിറ്റോണിയം നമ്മുടെ അബ്ഡോമിനൽ അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ഏരിയ, ആ ഭാഗത്തിന്റെ ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിറ്റോണിയം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആ ഒരു പെരിറ്റോണിയമാണ് ഈസ് യൂസ്ഡ് ആസ് എ ഫിൽട്ടർ. ഇവിടെ ആ ഒരു പെരിറ്റോണിയമാണ് ഒരു ഫിൽട്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡയാലിസിസിന് എന്ത് പേര് വന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പേര് വന്നത്. എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്യാം, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ അബ്ഡോമൻ അല്ലെങ്കിൽ ബെല്ലി ഏരിയയിലെ ലൈനിങ് ആയിട്ടുള്ള പെരിറ്റോണിയമാണ് അവിടെ ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് ആ ഒരു ഡയാലിസിസ് ടൈപ്പിന് വന്നിരിക്കുന്നത്, പെരിറ്റോണിയൽ ഡയാലിസിസ്.
ഇത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വരുന്നത് അല്ലെ, ബോഡിയുടെ ഉള്ളില് നമ്മുടെ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി. ആ പേഷ്യന്റിന്റെ സ്വന്തം ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇത്രയും ക്ലിയർ ആണോ? ഈ രണ്ട് പോയിന്റ്സ് നോക്കിയല്ലേ? ഇനി ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോഴും ചെറിയൊരു മൈനർ സർജറി നമ്മൾ ചെയ്യുന്നുണ്ട്, വേണ്ടേ? ഏതൊരു ഡയാലിസിസ് ചെയ്യുമ്പോഴും ചെറിയൊരു മൈനർ സർജറീസ് നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. ഇവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിഗിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു മൈനർ സർജറി ഇവിടെ ആവശ്യമായി വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് നമ്മൾ ആ ഒരു ബെല്ലി ഏരിയ, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട ആ ഒരു അബ്ഡോമിനുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് കേട്ടോ ഈ ഒരു ഡയാലിസിസ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈനർ സർജറി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യും. അതായത് ഒരു കത്തീറ്റർ ഒരു സോഫ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നതാണ് കേട്ടോ. ആ ഒരു ബെല്ലി ഏരിയയിൽ ഒരു സോഫ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ആ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി ഒരു മൈനർ സർജറി ചെയ്യും. ഇനി ഈ ഓരോ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, അപ്പൊ നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബെല്ലി ഏരിയയിലേക്ക് ഈ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ ഇല്ലേ? അപ്പൊ നമ്മൾ ഒന്നും കൂടി ആ ഒരു പിക്ചർ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിരിക്കും കേട്ടോ. ആ ഒരു പിക്ചർ ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കി, എന്നാൽ മാത്രമേ മിസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുന്നില്ല അല്ലെങ്കിൽ മിസ് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയാലും മതി കേട്ടോ. അപ്പൊ അതൊന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു പിക്ചർ ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ? ജസ്റ്റ് ആ ഒരു പേര് നമ്മുടെ അബ്ഡോമിനൽ അല്ലെങ്കിൽ ബെല്ലി ഏരിയ ആണ് കേട്ടോ. അത് അവിടെ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? അത് കണ്ടോ? എല്ലാവരും കണ്ടോ? കത്തീറ്റർ പിക്ചർ ക്ലിയർ അല്ലേ? മിസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാം സൂം ചെയ്യാം കേട്ടോ. പിക്ചർ ക്ലിയർ അല്ലേ? ഓക്കെ. അവിടെ കത്തീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ആ ഒരു ട്യൂബ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? അബ്ഡോമിനൽ ഏരിയയുമായി ബന്ധപ്പെട്ട പെരിറ്റോണിയൽ ലൈനിങ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പെരിറ്റോണിയൽ ക്യാവിറ്റി അതിനുള്ളിലുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇൻഫ്ലോ അല്ലെ? ആ ഡയാലിസിസ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ആ ട്യൂബ് വഴി അകത്തേക്ക് കയറ്റുന്നു. അത് കണ്ടല്ലോ, ഇൻഫ്ലോ കണ്ടില്ലേ? ഇനി ഔട്ട്ഫ്ലോ അതേ ട്യൂബ് വഴി തന്നെ ആ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക കേട്ടോ. അപ്പൊ ഡയാലിസിസ് നമ്മുടെ ആ ഒരു അബ്ഡോമിനൽ ഏരിയയില് കത്തീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെരിറ്റോണിയൽ ലൈനിങ് അതിനുള്ളിൽ ആ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് ഈ ഒരു ഡയാലിസിസ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത പിക്ചർ കാണിച്ചിരിക്കുന്നത്, അടുത്ത ആരോ കാണിച്ചിരിക്കുന്നത് എന്താ? ആ ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് അതേ ആ ഒരു ബാഗിലേക്ക് തന്നെ എടുക്കുന്നതാണ് അല്ലെ? ഇത്രയും ഓക്കെ ആണോ? അത്രയും കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പൊ ഇനി ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടാവണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പറയുന്നത് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ അല്ലെ? അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ബെല്ലി ഏരിയയിൽ ഒരു സോഫ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്തു. അവിടെ വരെ ഓക്കെ ആണല്ലോ? അവിടെ വരെ ഓക്കെ അല്ലേ? ഇൻ ദ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോഴും ഈ ബെല്ലി ഏരിയ ഈസ് ലിറ്റിൽ ബൈ ലിറ്റിൽ filled with a dialysate, a cleansing fluid made from a mixture of water, salt and other additives through the catheter. അപ്പൊ നമ്മൾ കണ്ടില്ലേ അവിടെ ഒരു ഡയാലിസിസ് പിക്ചർ അല്ലെങ്കിൽ ഒരു ഡയാലിസിസിന്റെ എന്താണ് സൊല്യൂഷൻ കണ്ടില്ലേ? അപ്പൊ അത് എന്ത് ചെയ്യാണ്? ഈ ഒരു ഡയാലിസിസ് സൊല്യൂഷനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നോക്കിയേ, ആ ഒരു ഡയാലിസിസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ ക്ലെൻസിംഗ് ഫ്ലൂയിഡ് ആണ്. മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് വാട്ടർ, സോൾട്ട്, മറ്റ് അഡിറ്റീവ്സ് കെമിക്കൽസ് ഒക്കെ കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് കേട്ടോ. ആ ഒരു ഡയാലിസിസ് ഫ്ലൂയിഡ് നമ്മൾ ഈ ബെല്ലി ഏരിയയിലേക്ക് ആ കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട്, ഒരു ഒറ്റടിക്കല്ല, വളരെ സ്ലോ ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് എന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അത് മനസ്സിലായോ? അത് ക്ലിയർ ആണോ? അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ആ ഒരു ഡയാലിസിസ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി അതിലൂടെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ബ്ലഡ് ഫ്ലോസ് നോർമലി ത്രൂ ദ ഏരിയ. ഈ ഏരിയയിലൂടെ നോർമലി നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയയിലൂടെയും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ? ചെയ്യുന്നില്ലേ?
നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിലൂടെയും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടോ? Okay, as blood flows normally through the area, extra fluid and waste products are pulled out of the blood vessels and into the belly area by the dialysate almost like a magnet. അതായത് ഇവിടെ നമ്മുടെ ബെല്ലി ഏരിയയില് ഇപ്പൊ എന്ത് നിറച്ചു വെച്ചേക്കാം? എന്താണ് നിറച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ ഫില്ല് ചെയ്ത് ആ ഡയാലിസിസ് സൊല്യൂഷൻ ആണ് അല്ലേ? ആ ഡയാലിസിസ് സൊല്യൂഷനല്ലേ ഇപ്പൊ നമ്മുടെ ആ ഒരു ബെല്ലി ഏരിയയിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡയാലിസിസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡയാലിസേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന്റെ പ്രവർത്തനം എന്താ? അതെന്താ ചെയ്യാം? ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കളിക്കാറില്ലേ കുഞ്ഞാറ്? മാഗ്നറ്റ് എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട് അട്രാക്ട് ചെയ്യും അല്ലേ? ആകർഷിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് അല്ലെ മാഗ്നറ്റിന്. സോ അത്തരത്തിലുള്ള ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റ് പോലെ ഏത് സൊല്യൂഷൻ ആക്ട് ചെയ്യുന്ന പറയുന്നത്? ഈ ഡയാലിസേറ്റ് സൊല്യൂഷൻ ആക്ട് ചെയ്യുകയും അതിലൂടെ നോർമലി ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ബ്ലഡിൽ ആ ഒരു നോർമലി ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുമ്പോ അതിലെ ഫ്ലൂയിഡ്, എക്സ്ട്രാ ഫ്ലൂയിഡ്, അതുപോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഈ ബ്ലഡ് വെസൽസിൽ നിന്നും ഏതിലേക്ക് വലിച്ചെടുക്കും? ആരാണ് ഇവിടെ മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? ഡയാലിസേറ്റ് ആ സൊല്യൂഷൻ, ഡയാലിസിസ് സൊല്യൂഷൻ അല്ലേ മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ സൊല്യൂഷൻ എന്ത് ചെയ്യും? ആ ബ്ലഡിലുള്ള എക്സസ് ഫ്ലൂയിഡ്, അതുപോലെ വേസ്റ്റസ് ഒക്കെ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ നിന്നും വലിച്ച് ഈ സൊല്യൂഷനിലേക്ക് എടുക്കും. അപ്പൊ അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ബെല്ലി ഏരിയയിൽ വെക്കാം. അപ്പൊ ആ ഒരു നമ്മൾ കൊടുത്ത സമയത്ത് ക്ലിയർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള നല്ല ഫ്ലൂയിഡ് ആയിരുന്നെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫ്ലൂയിഡ് എങ്ങനെയായിരിക്കും? ആ ഫ്ലൂയിഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഇതൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് ആ ഒരു ഫ്ലൂയിഡിൽ എന്തൊക്കെ ഉണ്ടാവും? പിന്നെ നോക്കുമ്പോ എന്തൊക്കെ ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ലേ? വെറുതെ എന്തെങ്കിലുമൊക്കെ ഗസ് ചെയ്ത് നോക്ക്. നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് മിസ് ചോദിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഫില്ല് ചെയ്ത് അങ്ങനെ തന്നെ അവിടെ വെക്കും. ബ്ലഡിലെ വേസ്റ്റും എക്സ്ട്രാ വാട്ടറും കാര്യങ്ങളും ഒക്കെ എന്തിനുണ്ടാവും? ഈ ഒരു ഫ്ലൂയിഡിലേക്കല്ല വലിച്ചെടുക്കുന്നത് അല്ലെ? അപ്പൊ ആ ഫ്ലൂയിഡിൽ ഉണ്ടാവോ? ഇനി അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡിലേക്ക് എന്തുണ്ടായി? ആ ഒരു ബ്ലഡിലുള്ള എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തിലേക്ക് എത്തി? ഈ ഒരു ഡയാലിസിസ് സൊല്യൂഷനിലേക്ക് എത്തി അല്ലെ? നമ്മുടെ ബെല്ലി ഏരിയയിലുള്ള ആ ഒരു ഡയാലിസിസ് സൊല്യൂഷനിലേക്ക് എത്തിയില്ലേ? ഇനി നമുക്ക് അത് അവിടെ വെക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട അല്ലെ? അത് നമുക്ക് ഇനി നമ്മുടെ ഈ ബെല്ലി ഏരിയയിൽ നിന്നത് റിമൂവ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് മിക്സ്ചർ എന്ത് ചെയ്യുന്നു? ആ ഒരു ബെല്ലി ഏരിയയിൽ നിന്നും എംപ്റ്റി ചെയ്ത് കളയും, ഒഴിവാക്കും. എന്തിലൂടെ ഒഴിവാക്കാം? നമ്മൾ എന്തിലൂടെ ഫില്ല് ചെയ്ത് കൊടുത്തേ? എന്തിലൂടെയാണ് സൊല്യൂഷൻ ഫില്ല് ചെയ്ത് കൊടുത്തത്? എന്തിന്റെ സഹായത്തോടു കൂടിയാ? സ്മോൾ ട്യൂബ് അല്ലെങ്കിൽ കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി അല്ലെ? അപ്പൊ അതിന്റെ തന്നെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ബെല്ലി ഏരിയയിൽ നിന്ന് ആ ഒരു ഫ്ലൂയിഡ് മിക്സ്ചർ എന്ത് ചെയ്യുന്നു? എംപ്റ്റി ചെയ്ത് കളയുന്നു. അതിനുവേണ്ടി അതേ സെയിം കത്തീറ്റർ യൂസ് ചെയ്യുന്നു. സെയിം ആയിട്ടുള്ള ആ ഒരു നമ്മൾ ആദ്യം ആ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിച്ച ആ ഒരു ഡയാലിസിസ് സൊല്യൂഷന്റെ ബാഗ് ഉണ്ടല്ലോ, അതേ ബാഗിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്തുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ആ ഒരു ബെല്ലി ഏരിയയിൽ നിന്ന് എംപ്റ്റി ചെയ്ത് കളയാം. മനസ്സിലായോ? അത് ആ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഇതൊന്നും കണക്ട് ചെയ്ത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച ഒരിക്കലും മറന്നു പോയില്ല കേട്ടോ. പക്ഷെ അല്ല വെറുതെ വായിച്ചു വിടുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പൊ ആ ഒരു പിക്ചർ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ഡയാലിസിസ് സൊല്യൂഷൻ കൊടുക്കുന്നു. വളരെ ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് നമ്മളത് ആ ഒരു ബെല്ലി ക്യാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ പെരിറ്റോണിയം ആണ് നമ്മുടെ ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പെരിറ്റോണിയം എന്ന് പറയുന്നത് ഇതിലൂടെ പോകുന്ന
നോർമലി നമ്മുടെ ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട്. സോ അത്തരത്തിൽ ആ ബ്ലഡ് വെസൽസിൽ നിന്നും ഈ ഒരു ഡയാലിസിസ് സൊല്യൂഷൻ ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിച്ചുകൊണ്ട് അതിലുള്ള എക്സ്ട്രാ വാട്ടറും വേസ്റ്റസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്ലൂയിഡിലേക്ക് അട്രാക്ട് ചെയ്യുകയും ആ ഫ്ലൂയിഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. സോ അത്തരം കുറച്ച് മണിക്കൂറുകൾ നമ്മൾ അതേ രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് അവിടെ വെക്കുകയാണ്. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ ശേഷം നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് മിക്സർ എന്ത് ചെയ്യുന്നു, അതേ സെയിം കത്തീറ്ററും അതേ സെയിം ബാഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു ബെല്ലി ഏരിയയിൽ നിന്നും എംറ്റി ഔട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നത്. ക്ലിയറാണോ? ഇനി ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പ്രത്യേകത, പെരിറ്റോണിയൽ ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഓൾമോസ്റ്റ് എനിവെയർ. നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് ദ സപ്ലൈസ് നീഡഡ് ടു ഡു ദ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് എവിടെയൊക്കെ ലഭ്യമാണോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ വലിയ രീതിയിലുള്ള മെഷീനും കാര്യങ്ങളും ഒന്നും വേണ്ട അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഈ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഓൾമോസ്റ്റ് മിക്ക സ്ഥലങ്ങളിലും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് വേഗം വായിച്ചു നോക്കി ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസും ആ പിക്ചറും ഒന്ന് നോക്കാട്ടോ. ക്ലിയർ ആണോ എന്ന് നോക്കാട്ടോ ഒന്ന്. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ആ ഒരു ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് പെരിറ്റോണിയം ആണെന്നും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് പെരിറ്റോണിയം ആണ്. അതുപോലെ തന്നെ the blood is purified inside your own body instead of using a dialyzer machine. ആ 2 സെന്റൻസ് ഒന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു പിക്ചറും ഒന്ന് നോക്കണേ ഇത് വായിച്ചിട്ട്. അണ്ടർലൈൻ ചെയ്യേണ്ട ഫസ്റ്റ് 2 സെന്റൻസ് കേട്ടോ. ഫസ്റ്റ് 2 In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. രണ്ടാമത്തെ സെന്റൻസ്, for this kind of dialysis, the lining of your abdomen or belly area, also called the peritoneum, is used as a filter. ചോദിക്കാവുന്നത് ഒന്നാമത് ചോദിക്കാവുന്നതിൽ നിന്ന് the lining of your abdomen or belly area is called dash എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിന് നമ്മൾ ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് എന്നും ചോദിക്കാം കേട്ടോ. അങ്ങനെയും ചോദിക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ ആണോ? ശരി. നെക്സ്റ്റ് നമ്മള്
ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ പഠിക്കുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിന്റെ ഒരു 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് ചോദിക്കാം, ഏതൊക്കെയാണ് പെരിറ്റോണിയൽ ഡയാലിസിന്റെ ടൈപ്സിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? അപ്പൊ അത് 3 എണ്ണം ഉണ്ട്. അതിന്റെ 3ന്റെയും എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CCPD, ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPD, continuous cyclic peritoneal dialysis അല്ലെങ്കിൽ CCPD, and intermittent peritoneal dialysis അല്ലെങ്കിൽ IPD. ഈ 3 എണ്ണമാണ് പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമുക്ക് 3 ടൈപ്പായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPD. ഇതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഇവിടെ ഒരു കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസിന് ഒരു മെഷീൻ, അതായത് ഇപ്പൊ നമ്മുടെ ഡയാലിസിസ് പോലെ ചെയ്യുന്ന ഹീമോ ഡയാലിസിസ് ചെയ്തതുപോലെയുള്ള മെഷീനോ കാര്യങ്ങളോ ആവശ്യമായി വരുന്നില്ല. എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ്. ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നമുക്കൊരു 3 മുതൽ 5 പ്രാവശ്യം വരെ ഈ ഒരു എക്സ്ചേഞ്ച് എന്ത് ചെയ്യണം, നടക്കാം. അപ്പൊ ആ രീതിയിലുള്ള ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ. അപ്പൊ ഇത് ഒരിക്കലും ഒറ്റ പ്രാവശ്യമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസത്തില് ഈ ഒരു കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ആ ഒരു വലിയ രീതിയിൽ അത് നിർത്തി അതിനുശേഷം നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് റിമൂവ് ചെയ്യും. അതൊരു 1 ടൈം ചെയ്യാം അല്ലെ. അതിനുശേഷം ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഒരു 3 മുതൽ 5 പ്രാവശ്യം വരെയും അതേ ദിവസം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ബ്ലഡിലുള്ള എല്ലാ വേസ്റ്റസിനെയും വാട്ടറിനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പേഷ്യൻസിനെ ആ ഒരു എത്രത്തോളം അവരുടെ ബോഡിയിൽ ഫ്ലൂയിഡും വാട്ടറും അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ചിലപ്പോൾ 3 മുതൽ 5 പ്രാവശ്യം വരെ ഒരു ദിവസത്തിൽ ഈ ഒരു എക്സ്ചേഞ്ച് നടത്തേണ്ടതായിട്ട് വന്നേക്കാം. അതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞാൽ. ഇവിടെ ഒരു ഡയാലിസിസിന് വേണ്ടിയിട്ട് ഒരു മെഷീൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഹീമോ ഡയാലിസിസ് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. മറിച്ച് ഇവിടെ ഒരു ഡേ ടൈമില് നമ്മുടെ വേക്കിംഗ് അവേഴ്സ് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഒരു 3 മുതൽ 5 തവണ നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു. ക്ലിയർ ആണോ? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPD ആണ് കേട്ടോ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാല് CCPD. ഇതിന്റെ പ്രത്യേകത നീഡ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ, എന്താണ് മേരി? സ്മോൾ ട്യൂബ് സൗകര്യം. പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പ്രൊസീജിയർ നമ്മൾ പഠിച്ചില്ലേ, അത് ഈ പറയുന്ന ടൈപ്പിൽ എല്ലാത്തിലും സെയിം തന്നെയാ. അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. ആ ഒരു എക്സ്ചേഞ്ച് ഇല്ലേ, അതായത് നമ്മുടെ ഫ്ലൂയിഡ് കയറ്റുന്നു, കുറച്ച് സമയം അവിടെ ആ ഒരു കുറച്ച് മണിക്കൂറുകൾ അവിടെ വെക്കുന്നു, അതിനുശേഷം റിമൂവ് ചെയ്യുന്നു. അത് ഒരു പ്രാവശ്യം ചെയ്യുന്ന പ്രൊസീജിയറാണ്. അതേപോലെ അത് ഒരു പ്രാവശ്യമല്ല, ഇടയ്ക്ക് പതിവായിട്ട് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 or 5 പ്രാവശ്യം 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ നിങ്ങൾക്കത്? ആ പ്രൊസീജിയറിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. പ്രൊസീജിയർ അത് തന്നെയാണ്. ഈ 3 ടൈപ്പ് ആണെങ്കിലും പ്രൊസീജിയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ, ആ പ്രൊസീജിയറിൽ മാറ്റമൊന്നും വരുന്നില്ല. ഇനി കണ്ടിന്യൂസ് ആംബുലേറ്ററി നമ്മൾ പറഞ്ഞു അവിടെ ഒരു മെഷീന്റെ ആവശ്യം ഒന്നുമില്ല. അടുത്തതിൽ നമ്മളൊരു മെഷീന്റെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞത് മെഷീൻ ആവശ്യമായി വരുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ മെഷീൻ ആവശ്യമായി ഒന്നും വരുന്നില്ല. എന്ത് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്നാ പഠിച്ചത്, അതേ പ്രൊസീജിയർ തന്നെ ഇവിടെയും ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. മറിച്ച് ആ ഒരു പ്രാവശ്യം ചെയ്യുന്നത് അതേ പ്രൊസീജിയർ ഒരു 3 മുതൽ 5 പ്രാവശ്യം വരെയും നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന സമയങ്ങൾ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? കാരണം അത്രയും ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ 1 ഡേ തന്നെ, അതെ 1 ഡേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ക്ലിയറാണോ എല്ലാവർക്കും? ഒരാളുടെ മാത്രം അല്ലാണ്ട് ചോദിച്ചിരുന്നേ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ശരി. രണ്ടാമത്തത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് CCPD. അതായത് need the use of a particular dialysis machine that can be used in the home. ഇവിടെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡയാലിസിസ് മെഷീൻ ഇവിടെ സഹായമായിട്ട് ആവശ്യമായി വരുന്നുണ്ട്. അതൊരിക്കലും ഡയാലിസിസ് നമ്മുടെ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത് പോലെ ബ്ലഡിനെ പുറത്തേക്ക് എടുക്കാനോ പ്യൂരിഫൈ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ അല്ല. അല്ലെ? പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ വേണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു.
പറഞ്ഞില്ലേ? ഇവിടെ ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് പെർഫോം ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്. പേഷ്യൻസ് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മെഷീനിൽ അത് സെറ്റ് ചെയ്ത് വെക്കണ്ടേ? എത്ര സമയത്ത് ആ ഒരു എക്സ്ചേഞ്ച് നടത്തണം, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണ്ടേ? പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആരാണ് അവിടെ, ആരെങ്കിലും ഒരാൾ നോക്കിയിരിക്കേണ്ടി വരില്ലേ? ഇവിടെ ഓട്ടോമാറ്റിക്കലി പേഷ്യൻസ് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഷ്യൻസിന് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ അവർക്ക് സ്ലീപ്പ് ചെയ്യാം. അവരുടെ ബോഡിയിൽ പക്ഷെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഡയാലിസിസ് മെഷീൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതൊരിക്കലും ബ്ലഡിനെ പുറത്തേക്ക് എടുക്കാനോ ഫിൽട്ടർ ചെയ്യാനോ ആണ് വിചാരിക്കേണ്ടത്. ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണോ പഠിച്ചത് അതേ പ്രൊസീജിയർ തന്നെ ചെയ്യുന്നുണ്ട്. അത് പേഷ്യൻസ് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യണം. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു, അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യണമെങ്കിൽ പേഷ്യൻസ് ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യാം, എത്ര മണിക്കൂറിനുള്ളിൽ ഈ ഒരു എക്സ്ചേഞ്ച് നടത്തണം, എത്ര സമയം അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് എത്ര സമയം അവിടെ വെയിറ്റ് ചെയ്യണം, എത്ര മണിക്കൂർ കഴിയുമ്പോൾ അത് എൻജി ചെയ്ത് കളയണം, അടുത്ത പ്രൊസീജിയർ എത്ര മിനിറ്റിനുള്ളിൽ അടുത്തത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര പ്രാവശ്യം ചെയ്യണം, എത്ര എക്സ്ചേഞ്ചസ് ചെയ്യണം എന്നുള്ളതൊക്കെ. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡയാലിസിസ് മെഷീന്റെ യൂസ് ഉണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ മറ്റേ ഒരു ഡയാലിസർ പോലെയുള്ള ഒരു മെഷീന്റെ സഹായമല്ല ഇവിടെ ആവശ്യമായി വരുന്നത്. പ്രത്യേകം പറയാണ്. അതുകൊണ്ടാണ് സത്യം ആദ്യം തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് മുൻപത്തേൽ നമ്മൾ പറഞ്ഞത് ഒരു മെഷീൻ ആവശ്യമില്ലാന്ന് നമ്മൾ പറഞ്ഞില്ലേ CAPD കേസിൽ. അതേസമയം CCPD ഒരു മെഷീൻ ആവശ്യമായി വരുന്നുണ്ട്. ആ മെഷീൻ ഒരിക്കലും ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റ് പോലെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പെർഫോം ചെയ്യാനുള്ള സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ക്ലിയർ ആണോ അത്? ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അല്ലാതെ ഇവിടെ നമ്മളൊരു ഡയാലിസർ കീമോ ഡയാലിസിസ് ചെയ്യുന്ന പോലെ ഒരു ഡയാലിസിസ് മെഷീൻ അല്ല യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഇത് പെർഫോം ചെയ്യണം. പേഷ്യൻസ് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി അത് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡയാലിസിസ് മെഷീൻ നമ്മളൊരു പർട്ടിക്കുലർ മെഷീൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മൂന്നാമത്തത് തേർഡ് വൺ ആണ് കേട്ടോ. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD എന്ന് പറഞ്ഞാൽ യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ as CCPD. നമ്മൾ CCPD ഉപയോഗിച്ച അതേ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ഈ പറയുന്ന IPD യിലും യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. പക്ഷേ പെട്ടെന്ന് നമുക്ക് എക്സ്ചേഞ്ചോ കാര്യങ്ങളോ നടത്താൻ പറ്റില്ല. കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ചെയ്യാം. IPD can be done at home. നമുക്ക് IPD വീടുകളിൽ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. സാധാരണയായിട്ട് ഈ IPDs യൂഷ്വലി ഹോസ്പിറ്റലുകളിലും ചെയ്യാറുണ്ട്. അപ്പൊ IPD മാത്രം നമുക്ക് ഹോമിൽ ചെയ്യാം, ഹോസ്പിറ്റലിൽ ചെയ്യാം. മറ്റു രണ്ടും നമ്മൾ സാധാരണ വീടുകളിൽ തന്നെയാണ് കേട്ടോ. എല്ലാം കൂടുതലും പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ വീടുകളിൽ തന്നെയുള്ള ഒരു ഹോം ഡയാലിസിസ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ IPD മാത്രം കുറച്ച് ലോങ് ആയിട്ടുള്ള സമയം എടുക്കുന്നത് കൊണ്ട് ആ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ലോങ് ടൈം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആ മെഷീനുമായി ബന്ധപ്പെട്ട ആ ഒരു CCPD യൂസ് ചെയ്ത അതേ സെയിം മെഷീനും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്ചേഞ്ച് വളരെ കുറച്ച് മണിക്കൂർ മതിയാവില്ല. അത് കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. ദെൻ IPD നമുക്ക് ഹോമിലും ചെയ്യാം, യൂഷ്വലി നമുക്ക് ഹോസ്പിറ്റലിലും ചെയ്യാവുന്നതാണ്. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ 3 ടൈപ്പും അതിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും ഒക്കെ ഒന്ന് വേഗം നോക്കാം കേട്ടോ.
വായിച്ചോ? ക്ലിയർ ആണോ അവിടെ വരെയും? ഓക്കെ ആണോ? ഓക്കെ, മിസ്സിന് ഇത്തിരി എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇവിടെ വരെയും ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. താങ്ക് യു.